കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമായി 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യയിലെ ഏറ്റവും നല്ല തീരദേശ സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ കേരളത്തെ അംഗീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും ഫിഷറീസ് വകുപ്പ് വ്യാപിപ്പിക്കുകയാണ്. മത്സ്യഫെഡിന് കീഴിലുള്ള സംഘങ്ങളുടെ നിക്ഷേപ സമാഹരണവും ശാക്തീകരണവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. വളഞ്ഞവഴി പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ച മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞാൻ ഇന്ന് വളരെ അഭിമാനത്തോടാണ് വേദി നിൽക്കുന്നത്. കാരണം എത്രയോ പതിറ്റാണ്ടുകളായി മത്സ്യ വകുപ്പ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാര്യമായ ഒരു അംഗീകാരം ആ വകുപ്പ് ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഏറ്റവും നല്ല മറൈൻ സ്റ്റേറ്റ് തീരദേശ സംസ്ഥാനമായി ഈ കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ്, നമ്മളെ വളരെയേറെ സ്നേഹിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു എന്ന സന്തോഷ വാർത്ത അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ സ്റ്റേറ്റ് നമ്മളാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ സ്റ്റേറ്റ് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ ഡിസ്ട്രിക്ട് ജില്ല അതും കേരളത്തിലാണ്. അത് നമ്മുടെ മനോഹരന്റെ ജില്ല കൊല്ലം ജില്ലയാണ് ഏറ്റവും നല്ല മറൈൻ ജില്ല. എന്താണ് ഏറ്റവും നല്ല തീരദേശ സംസ്ഥാനം, ഏറ്റവും നല്ല തീരദേശ ജില്ല? നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ പരിശോധനയിൽ കിട്ടിയ നേട്ടമാണ്. കേരളം മത്സ്യത്തൊഴിലാളികളെ കരുതിയതുപോലെ ഒരു ഗവൺമെന്റും ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളികളെ കരുതിയില്ല എന്നതിന്റെ അങ്ങേയറ്റം അംഗീകാരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തന്നത്. അത് ചെറിയ കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. 22,000 വീടുകൾ കേരളത്തിലെ മത്സ്യമേഖലയിൽ മാത്രം ഈ 8 വർഷം കൊണ്ട് നിർമ്മിച്ചു കൊടുത്തു എന്ന കാര്യം അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 22,000 വീടുകൾ മത്സ്യമേഖലയിൽ നിർമ്മിച്ചു നൽകിയെന്നും മന്ത്രി പറഞ്ഞു. പുനർഗേഹം പദ്ധതിയിലൂടെ 8,300 വീടുകൾ നൽകി. തോട്ടപ്പള്ളിയിൽ 204 ഫ്ളാറ്റുകൾ 2-3 മാസത്തിനകം കൈമാറുമെന്നും മന്ത്രി അറിയിച്ചു. 6,552 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 1 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശ റോഡിനോട് ചേർന്ന് തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ജില്ലാ ഓഫീസിൽ എത്തിച്ചേരാൻ കഴിയും. ഉദ്ഘാടന യോഗത്തിൽ എച്ച് സലാം MLA അധ്യക്ഷനായിരുന്നു. കെട്ടിട സമുച്ചയത്തിലെ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം PP ചിത്രരഞ്ജൻ MLA നിർവഹിച്ചു. വ്യാസ സ്റ്റോറും OBM സർവീസ് സെന്ററും കെട്ടിടത്തിൽ പ്രവർത്തിക്കും. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ്, അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശൻ, പുന്നപ്പുറ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കർഷകരെ ദുരിതത്തിലാഴ്ത്തി വീണ്ടും മടവീഴ്ച. ചെന്നിത്തല 5-ാം ബ്ലോക്ക് പാടശേഖരത്തിലാണ് മട വീണത്. നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ പാടശേഖരം സന്ദർശിക്കുകയും കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. 350 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 175 ഏക്കറോളം നിലത്ത് ഒരാഴ്ച മുമ്പ് വിത കഴിഞ്ഞിരുന്നതാണ്. ഇതുമൂലം കർഷകർ നേരിടുന്നത് ഭാരിച്ച നഷ്ടമാണ്. മടകുത്തുന്ന ജോലികൾ നിർവഹിച്ചു വരികയാണ് കർഷകർ ഇപ്പോൾ. മടകുത്തി വീണ്ടും കൃഷി ഇറക്കാനായി കർഷകർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചെന്നിത്തല 5-ാം ബ്ലോക്കിൽ 2-ാം വാർഡിൻ്റെ തെക്കുവശം തീരം മടവീണ് മടകുത്തുന്ന ശ്രമമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കൃഷി ഓഫീസർ വന്ന് അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പം തന്നെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസിൽ ഞങ്ങൾ നേരിട്ട് വിളിച്ചു. കാര്യങ്ങൾ എത്രയും വേഗം തീരുമാനിക്കണം, നടപ്പിലാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിനുള്ള ഏർപ്പാടുണ്ടാക്കി തരുമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഏതാണ്ട് 350 ഏക്കർ വരുന്ന ഈ പാടശേഖരത്തിൽ 175 ഏക്കർ വിത കഴിഞ്ഞതാണ്. വിത കഴിഞ്ഞ പാടമാണ് ഈ വീണ് പോയിരിക്കുന്നത്. ഒരു ഭീമമായ നഷ്ടമാണ് ഈ കൃഷിക്കാരനുണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവണം. പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണേലും അടിയന്തരമായി ഇത് ചെയ്തു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ഇത് പെടുത്തും. ഇത് തീർച്ചയായിട്ടും പെടുത്തും. അതിനുള്ള നടപടി ഉണ്ടാക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. സമിതി ഭാരവാഹികളായ ജോസ് കാവനാട്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, PR സതീശൻ തുടങ്ങിയവരാണ് കർഷകരെ സന്ദർശിക്കാനെത്തിയത്. പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ കുട്ടനാട്ടിലെ മടവീഴ്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം VJ ലാലി. കുട്ടനാട് പാക്കേജിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പല കാരണങ്ങൾ കൊണ്ട് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ അടിക്കടി മട വീഴുകയാണ്. കാലവർഷത്തിലെ വെള്ളപ്പൊക്കം മൂലവും ന്യൂനമർദ്ദങ്ങൾ മൂലം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ മഴയിലും വൃശ്ചിക വേലിയേറ്റത്തിലുമൊക്കെ മടവീഴ്ചയിൽ കുട്ടനാട്ടിൽ കൃഷിനാശം സംഭവിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ ബലപ്പെടുത്തണമെന്ന് VJ ലാലി പറഞ്ഞു.
മങ്കൊമ്പിൽ KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട്ടിലെ കർഷകർ ഇന്ന് വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. വെള്ളപ്പൊക്ക സമയത്ത് മടവീഴ്ച ഉണ്ടാകുന്നു, അല്ലാത്ത സമയത്ത് വൃശ്ചിക വേലിയേറ്റ സമയത്ത് മടവീഴ്ച ഉണ്ടാകുന്നു, ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് വന്ന് മഴ പെയ്ത് മടവീഴ്ച ഉണ്ടാകുന്നു. അപ്പോൾ കുട്ടനാട്ടിലെ പുറം ബണ്ടുകളെല്ലാം, പാടശേഖരങ്ങളുടെ പുറം ബണ്ടുകളെല്ലാം ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ഓരോ പാടശേഖരത്തിൻ്റെ കാര്യം മാത്രം എടുത്ത് പരിശോധിച്ചിട്ട് കാര്യമില്ല. മുഴുവൻ പാടശേഖരങ്ങളുടെയും പുറം ബണ്ടുകൾ നിർമ്മാണം നടത്തുവാൻ ഒരു പാക്കേജ് ഉണ്ടാകണം. സ്വാമിനാഥൻ കമ്മീഷൻ കൃത്യമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും പാടശേഖരങ്ങളെ പുറംബണ്ടുകളെ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കടന്നേ മതിയാവൂ. അല്ലെങ്കിൽ കൃഷി തന്നെ അപ്രത്യക്ഷമാവും. അതിനുവേണ്ടി ജനങ്ങൾ ഒരു പോരാട്ടം നടത്തേണ്ടിയിരിക്കുന്നു. ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാട്ടിയ വിഷയമാണ് പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്തുക എന്നതെന്നും VJ ലാലി ചൂണ്ടിക്കാട്ടി. ഇതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPM തകഴി ഏരിയ സമ്മേളനം സമാപിച്ചു. വ്യാഴാഴ്ച നടത്തിയ പ്രകടനവും പൊതുസമ്മേളനവും പ്രൗഢഗംഭീരം. ഡിസംബർ 3 മുതൽ 5 വരെ മങ്കൊമ്പിലായിരുന്നു CPIM തകഴി ഏരിയ സമ്മേളനം. സമാപന ദിവസമായ 5 വൈകുന്നേരം 4 നെടുമുടി ജംഗ്ഷനിൽ നിന്നും മങ്കൊമ്പ് ജംഗ്ഷനിൽ സീതാറാം യെച്ചൂരി നഗറിലേക്ക് പ്രകടനമായാണ് പാർട്ടി പ്രവർത്തകർ എത്തിയത്. ബാൻഡുമേളവും അമ്മൻകുടവും പ്രകടനത്തിന് അകമ്പടിയായി. പിന്നാലെ ചുവപ്പ് വോളണ്ടിയർമാർ നിരയായി അണിചേർന്നു. പ്രകടനം സീതാറാം യെച്ചൂരി നഗറിൽ എത്തിച്ചേർന്നതിന് ശേഷം ചേർന്ന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാറ്റം ഈ കേരളത്തിൽ ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ. നമ്മുടെ നാട്ടിലെ ഭവന പദ്ധതി ഇപ്പൊ ലൈഫ് മിഷൻ വഴി 5 ലക്ഷം വീട് കൊടുത്തില്ലേ? പുനർഗേഹം വഴി 11,300 പേർക്ക് വീട് കൊടുത്തില്ലേ? പട്ടികജാതി കോളനിയുടെ നവീകരണം എത്ര വീടുകളിലോടാവും നവീകരിച്ചു കൊടുത്തു? സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ വിജയമല്ലേ ഈ നടപ്പാക്കുന്ന ഭവന പദ്ധതി? ഇതുപോലൊരു മിഷൻ നമ്മുടെ നാട്ടിൽ എവിടെയും ഉണ്ടോ ഇന്ത്യയിൽ? നിങ്ങൾ 5 സംസ്ഥാനങ്ങളൊന്നും ഇപ്പൊ ഗുജറാത്താണ് ലോകത്തെ ഏറ്റവും വലിയ വികസിത സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലും നല്ല വീട് കാണുന്നുണ്ടോ? ഇന്ന് ഓല ഷെഡ് അല്ലെങ്കിൽ അവിടുത്തെ പുൽഷെഡ്, അതിനകത്തല്ലേ മനുഷ്യൻ ജീവിക്കുന്നത്. ചേരികളിലല്ലേ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും അധിവസിക്കുന്നത്. ഇന്നൊരു ചേരി കേരളത്തിൽ കാണാൻ പറ്റുമോ? അതിമനോഹരമായ വീടുകൾ നാട്ടുപ്രദേശത്ത് മുഴുവൻ കെട്ടിപ്പൊക്കി നമ്മുടെ ആളുകളെല്ലാം നല്ല നിലയിൽ വാസയോഗ്യമായ വീടുകളിൽ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇന്ത്യയിൽ ഇവിടെ ഉണ്ട്. കേരളം കഴിഞ്ഞാൽ സമ്മേളനത്തിൽ PK പ്രേംനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ CS സുജാത, R നാസർ, K പ്രസാദ്, H സലാം MLA, M സത്യപാലൻ, മുൻ MLA മാർ കൂടിയായ CK സദാശിവൻ, KK ഷാജു, KS അനിൽകുമാർ, KG അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. ഭിന്നശേഷി മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ജില്ലാ പഞ്ചായത്തിനുള്ള സംസ്ഥാനതല പുരസ്കാരമാണ് വകുപ്പ് മന്ത്രി R ബിന്ദുവിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഏറ്റുവാങ്ങിയത്. ഭിന്നശേഷി വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ആലപ്പുഴയെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരെ കണ്ടെത്തി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് തുല്യതാ പരീക്ഷയും പരിശീലനവും നടത്തി. അപേക്ഷിച്ച മുഴുവൻ പേർക്കും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകി. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഭിന്നശേഷി ക്ഷേമത്തിനായുള്ള പദ്ധതികൾക്ക് കൂടുതൽ തുക വിഹിതം നൽകിയതും ആധുനിക ഇലക്ട്രിക് വീൽചെയർ വിതരണം നടത്തിയതും ഭിന്നശേഷി വിഭാഗക്കാരുടെ തൊഴിൽ മേളയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയതും അവാർഡിനായി പരിഗണിച്ചു. തൃശൂരിൽ നടത്തിയ സംസ്ഥാനതല ഭിന്നശേഷി ദിനാചരണം വനിതാ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര വിതരണവും മന്ത്രി തന്നെ നിർവഹിച്ചു. സമ്മേളനത്തിൽ P ബാലചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് KG രാജേശ്വരി, വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS താഹ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബീൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി.
ആൽവിൻ ജോർജും മരണത്തിന് കീഴടങ്ങി. ദേശീയപാതയിൽ ആലപ്പുഴ കളർകോട് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി KSRTC ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ആൽവിൻ. ആലപ്പുഴ ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം തിങ്കളാഴ്ച രാത്രി KSRTC ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തലവടി കറുകപ്പറമ്പ് വീട്ടിൽ ആൽവിൻ ജോർജും മരണത്തിന് കീഴടങ്ങി. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ആൽവിൻ. ആലപ്പുഴയിൽ സിനിമ കാണാൻ പോവുകയായിരുന്ന ഇവരുടെ വാഹനം വൈറ്റിലയിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ്സിലേക്ക് നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽവിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആരോഗ്യസ്ഥിതി ഗുരുതരമായപ്പോൾ ബുധനാഴ്ച കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച വൈകുന്നേരം 4:30 അന്ത്യം സംഭവിച്ചത്. കൊച്ചുമോൻ ലീന ദമ്പതികളുടെ മകനാണ് ആൽവിൻ. ഫുട്ബോളിനെ ജീവനതുല്യം സ്നേഹിച്ച ആൽവിൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് താല്പര്യം കാണിച്ചതിന് പിന്നിലും ഫുട്ബോളിനോടുള്ള സ്നേഹം തന്നെയായിരുന്നു. നാട്ടിലെ കായിക മത്സരങ്ങളിൽ എല്ലാം സജീവ പങ്കാളിയായിരുന്ന ആൽവിൻ്റെ വേർപാട് നാടിനും തീരാവേദനയായി. സിനിമയ്ക്ക് പോകുന്നില്ല എന്നാണ് അമ്മയോട് ആൽവിൻ ആദ്യം ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സിനിമയ്ക്ക് പോവുകയായിരുന്നു. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് നെടുമുടി പൂപ്പള്ളിയിൽ സ്വീകരണം നൽകി. പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായി ടീച്ചർ ക്യാപ്റ്റനായ ജാഥയാണ് നെടുമുടിയിൽ എത്തിയത്. T. മനുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു സ്വീകരണ പരിപാടി. സംസ്ഥാന സമിതി അംഗം സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ഇതിനകം ഒട്ടേറെ ജില്ലകളിൽ ഒട്ടേറെ ആളുകളുമായി ജാഥ സംവദിച്ചു കഴിഞ്ഞു. ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ ആകത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസമാണ് വിഷയം. കുട്ടികളെല്ലാം വിദ്യാലയത്തിലെത്തിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷെ കേരളം മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. എന്താ അവിടുത്തെ സ്ഥിതി? ഇന്ത്യയിൽ ഇപ്പോഴും 3.25 കോടി കുട്ടികൾ, ഓർക്കണം, 3.25 കോടി കുട്ടികൾ സ്കൂളിലെത്തിയിട്ടില്ല. കണക്കാണ്. അവരെന്താ ചെയ്യുന്നേ? അവർ സ്കൂൾ കണ്ടിട്ടില്ല, ടീച്ചറെയോ പാഠപുസ്തകമോ കൂട്ടുകാരെയോ കണ്ടിട്ടില്ല. മറിച്ച് അവർ ബാലവേലയും അല്ലെങ്കിൽ വീട്ടിലെ പണികളൊക്കെ ആയിട്ട് അങ്ങ് കഴിഞ്ഞുകൂടുകയാണ് ഈ ബാല്യകാലത്ത്. എന്തൊരു ഭയാനകമായ, ദയനീയമായ ഒരവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയാണ്. എവിടെയൊക്കെ കുട്ടികളുണ്ടോ അവരൊക്കെ സ്കൂളിലെത്തിയിട്ടുണ്ടാവും. അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത. KP അരവിന്ദ് കുമാർ, T. ജ്യോതി, പ്രദീപ് കുമാർ, രേഖ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അനിത, മനു, പ്രതാപ് എന്നിവർ സ്വീകരണ യോഗത്തിൽ ശാസ്ത്രഗീതങ്ങൾ ആലപിച്ചു. M. ജയചന്ദ്രൻ, വിനോദ് എന്നിവർ ചെയർമാനും കൺവീനറുമായ സ്വാഗത സംഘമാണ് സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO അസോസിയേഷന്റെയും പെൻഷനേഴ്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി പെൻഷൻ ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. 12ാമത് ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക, 19% DA DR കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നൽകുക, മെഡിസിപ്പിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. 20, 25, 30 വർഷം സംസ്ഥാനത്ത് ഭരണകൂടത്തെ സേവിച്ചുകൊണ്ട് സർവീസിൽ നിന്ന് പടിയിറങ്ങുന്ന പെൻഷൻ സമൂഹം 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ പെൻഷൻ ട്രഷറിക്ക് മുമ്പിൽ പെൻഷന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ അവരുടെ മുഖത്തെ ദയനീയമായ അവസ്ഥ, പ്രതികരണശേഷി നഷ്ടപ്പെട്ട ചില പെൻഷൻ സംഘടനകൾ, പ്രതികരണശേഷി നഷ്ടപ്പെട്ട ചില സർവീസ് സംഘടനകൾ അവര് ഭരണകൂടത്തിന്റെ ഭാഗമായി ജീവനക്കാരെ, പെൻഷൻകാരെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നിരന്തരമായ സമരവുമായി കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടത്തിനെതിരെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരള സംസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തൊഴിലാളികളെയും ജീവനക്കാരെയും അധ്യാപകരെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ സംഘടിതമായ അവകാശ സമരങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ഒരു കാലഘട്ടത്തിന്റെ വ്യത്യസ്തമായി 8 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിൽ തുടരുന്ന
ഇടതുപക്ഷ ഭരണകൂടം ഈ സംസ്ഥാനത്തെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും മാത്രമല്ല ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. KSSPA ജില്ലാ സെക്രട്ടറി PJ ആന്റണിയുടെ അധ്യക്ഷതയിലായിരുന്നു സമരപരിപാടികൾ. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് പറപ്പള്ളി, KC പ്രദീപ് കുമാർ, ബാബു സെബാസ്റ്റ്യൻ, ബേബി ഡാനിയൽ, K ദേവകുമാർ, അൻസാരി ബാപ്പു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കഴിഞ്ഞ ദിവസം മാന്നാറിൽ സ്വീകരണം നൽകി. പുതിയ വിദ്യാഭ്യാസ നയത്തിലെ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ ജാഥ. ബുധനാഴ്ച രാവിലെ 11-ന് മാന്നാറിലെത്തിയ ജാഥയെ സംഘാടക സമിതി ചെയർപേഴ്സൺ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മേഖലാ കമ്മിറ്റി അംഗം PN സെൽവരാജൻ, വൈസ് പ്രസിഡന്റ് ലാജി ജോസഫ്, രാജൻ നെടുന്തുറ, എലിസബത്ത് സജി, രതീഷ് കൃഷ്ണൻകുട്ടി, ഡോക്ടർ ഗംഗാദേവി, അന്നമ്മ ബേബി, പത്മാവതി വാസുക്കുട്ടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജാഥ ക്യാപ്റ്റൻ K പൊന്നമ്മ, വൈസ് ക്യാപ്റ്റൻ TP ഗലാധരൻ, ജാഥ മാനേജർ പ്രവീൺ ലാൽ, ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ, ചെങ്ങന്നൂർ മേഖലാ സെക്രട്ടറി PK ശിവൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചോദിച്ചൊരു ചോദ്യമാണ്. അവർ പറഞ്ഞത് ഹയർ സെക്കൻഡറി വരെ എത്തിച്ചേരുമ്പോൾ ഈ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളതാണ്. അതായത് ഫുൾ A+ മേടിച്ച കുട്ടികൾക്ക് പോലും എഴുത്തും വായനയും അറിയില്ല എന്നൊരു കാര്യം ശരിക്കും അതൊരു ഞെട്ടലുണ്ടാക്കുന്ന പ്രസ്താവനയായിരുന്നു. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു. അവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഫുൾ A+ മേടിച്ചു വരുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയാൻ വയ്യ എന്ന് പറയുന്ന അധ്യാപക സമൂഹത്തോട് ചോദിച്ച ഒരു വളരെ മോശമായ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എന്താണ്? അവരെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചവർ അപ്പോൾ പഠിപ്പിച്ചില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ ഈ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ ഒരു കാരണം കൂടിയുണ്ട്. ചെങ്ങന്നൂർ മേഖലാ കമ്മിറ്റി അംഗം TS ശ്രീകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു സ്വീകരണ പരിപാടികൾ. ഡിസംബർ 10-ന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. ചരിത്രപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല മഹോത്സവം ഡിസംബർ 13-ന്. നിലവറ ദീപം വെള്ളിയാഴ്ച തെളിയും. തുടർന്ന് വിളംബര ഘോഷയാത്രയും നടക്കും. ക്ഷേത്രം മുഖ്യ കാര്യദർശി സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി മൂല കുടുംബക്ഷേത്രത്തിലെ നിലവറയിൽ ഭദ്രദീപം തെളിയിക്കും. നിലവറ ദീപത്തിൽ നിന്ന് പകർന്നെടുത്ത ദീപം മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്രനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആട്ടവിളക്കിലേക്ക് പകരും. നിലവറ ദീപം കൊടിമരച്ചുവട്ടിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടക്കും. വാദ്യമേളങ്ങളുടെയും വായ്ക്കുരവകളുടെയും അകമ്പടിയോടുകൂടിയാണ് ദീപം ക്ഷേത്രനടയിലെത്തിക്കുന്നത്. തുടർന്ന് പൊങ്കാല വിളംബര ഘോഷയാത്ര നടക്കും. ഡിസംബർ 13-നാണ് പൊങ്കാല മഹോത്സവം. ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ചക്കുളത്തുകാവിലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നാളെ വെള്ളിയാഴ്ച ദിവസം നിലവറ ദീപം തെളിയുകയാണ്. അതോടുകൂടി തന്നെ കൊടിമരച്ചുവട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന വിളക്കിലേക്ക് മൂലകുടുംബക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഭദ്രദീപം തെളിയിക്കുന്നതും തുടർന്ന് അതിൻ്റെ ചടങ്ങുകൾ ആരാധനകൾ നടക്കുന്നതുമാണ്. ഇതോടുകൂടി തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാലയുടെ അറിയിപ്പ് നൽകുകയും വ്രതം ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. പൊങ്കാല വിളംബര ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി നടക്കുന്ന പൊതുസമ്മേളനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്യും. മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷനായിരിക്കും. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ ഭദ്രദീപം പ്രകാശനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് MB രാജു, സെക്രട്ടറി PK സ്വാമിനാഥൻ തുടങ്ങിയവർ പങ്കെടുക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.